നമസ്കാരം, ഏവർക്കും BMTV ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഒട്ടും പഞ്ഞമില്ലാത്തൊരു ലോകത്താണ് നാം ജീവിക്കുന്നത്. പ്രധാന വാർത്തകളിലേക്ക്. ഇന്നത്തെ ആദ്യ കപ്പൽ ഇന്ന് രാത്രിയിൽ നങ്കൂരമിടും. PSC കോഴ ആരോപണത്തിൽ ഗത്യന്തരമില്ലാതെ നടപടിക്കൊരുങ്ങി CPM. പ്രമോദ് കാട്ടൂളിയെ പുറത്താക്കിയേക്കും. മുഖ്യമന്ത്രിക്കും EP ജയരാജനെതിരെയും CPI. തിരുത്തൽ ശക്തിയാവണം CPI എന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ആവശ്യം. മൈതോണിൽ നിന്നും ലഭിക്കേണ്ട വൈദ്യുതിയിൽ 180 മെഗാവാട്ടിന്റെ കുറവുണ്ടായതിനാലും വൈദ്യുതി വിപണിയിൽ ലഭ്യത കുറവുള്ളതിനാലും രാത്രി 12-ന് മുമ്പ് 15 മിനിറ്റ് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാന്യ ഉപഭോക്താക്കളുടെ സഹകരണം അഭ്യർത്ഥിക്കുന്നു എന്നും വാർത്ത. തിരുവനന്തപുരം നഗരസഭയിൽ വാർഡുകളുടെ എണ്ണം കൂടുന്നു. വിഴിഞ്ഞത്ത് ഒരു വാർഡ് കൂടെ വരാൻ സാധ്യത. ഓട്ടോറിക്ഷകൾക്ക് സംസ്ഥാന പെർമിറ്റ് പരിഗണനയിൽ. ഓട്ടോറിക്ഷകൾക്ക് സംസ്ഥാനത്ത് എവിടെയും ഓടാൻ കഴിയും വിധം സ്റ്റേറ്റ് വൈഡ് പെർമിറ്റ് അനുവദിക്കുന്ന കാര്യം മോട്ടോർ വാഹന വകുപ്പിന്റെ പരിഗണനയിൽ. നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനുള്ള സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ STA ചേരുന്ന യോഗം വിഷയം. ഓട്ടോറിക്ഷ മേഖലയിലെ CITUവിന്റെ അപേക്ഷ പരിഗണിച്ചാണ് STA യോഗ അജണ്ടയിൽ വിഷയം ഉൾപ്പെടുത്തിയത്. നിലവിൽ അതത് ജില്ലകളിൽ മാത്രമാണ് ഓട്ടോറിക്ഷകൾ ഓടാൻ പെർമിറ്റ് ലഭിക്കുന്നത്. ഇതോടൊപ്പം സമീപ ജില്ലയിൽ 20 കിലോമീറ്റർ ദൂരം കൂടി ഓടാമെന്ന വാക്കാലുള്ള അനുമതിയും. സാങ്കേതിക സൗകര്യം ഒട്ടുമില്ലാത്ത പഴയകാല ഓട്ടോറിക്ഷകൾ നിരത്തിലുണ്ടായിരുന്ന കാലത്താണ് പെർമിറ്റുകൾ ജില്ലാ അടിസ്ഥാനത്തിൽ പരിമിതപ്പെടുത്തിയത്. ഇപ്പോഴുള്ള ഓട്ടോകളെല്ലാം അത്യാധുനിക സംവിധാനങ്ങൾ ഉള്ളതാണ്. ഈ സാഹചര്യത്തിൽ പെർമിറ്റ് സംസ്ഥാന അടിസ്ഥാനത്തിലാക്കണമെന്നുമാണ് തൊഴിലാളികളുടെ ആവശ്യം. പഴയകാല ഓട്ടോറിക്ഷകളിൽ ഡ്രൈവറുടെ സീറ്റിന് താഴെയാണ് എഞ്ചിൻ. 1 മണിക്കൂർ ഓടുമ്പോഴേക്കും എഞ്ചിൻ ചൂടാവുകയും വാഹനം നിർത്തി ഇടേണ്ടി വരികയും ചെയ്യും. ഈ സാഹചര്യത്തിലാണ് അന്ന് അതത് ജില്ലകളിൽ പെർമിറ്റ് പരിമിതപ്പെടുത്തിയത്. ഇപ്പോഴിറങ്ങുന്ന ഓട്ടോകൾ തുടർച്ചയായി 8 മണിക്കൂർ വരെ ഓടിക്കാൻ കഴിയുമെന്ന് തൊഴിലാളികൾ പറയുന്നു. ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ പേരിൽ ഈ ഓട്ടോറിക്ഷകൾക്ക് പെർമിറ്റ് ഒഴിവാക്കിയിരുന്നു. പക്ഷേ ഇവർക്കും ജില്ലകളിൽ മാത്രമാണ് ഓടാൻ അനുമതി. ഔദ്യോഗിക അജണ്ടയായാണ് വിഷയം STA യോഗത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് മറ്റു എതിർപ്പുകളില്ലെങ്കിൽ പാസ്സാകാനാണ് സാധ്യത. സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള പെർമിറ്റിന് തടസ്സമുണ്ടെങ്കിൽ അയൽ ജില്ലകളിൽ 30-40 കിലോമീറ്റർ വരെ ഓടാൻ അനുവദിക്കണമെന്ന ആവശ്യവും രേഖാമൂലം STA മുന്നിലുണ്ട്. പെർമിറ്റ് കൂടുതൽ ഉദാരമാകുന്നതോടെ ദീർഘദൂരത്തേക്കുള്ള ഓട്ടങ്ങൾ ലഭിക്കുമെന്നതാണ് തൊഴിലാളികൾക്ക് മുന്നിലുള്ള പ്രതീക്ഷ. തദ്ദേശ തിരഞ്ഞെടുപ്പിന് കാഹളം മുഴക്കി BJP വിശാല സംസ്ഥാന നേതൃയോഗം. അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ CPM പുറത്താക്കിയാൽ BJP സംരക്ഷിക്കുമെന്നും K. സുരേന്ദ്രൻ. CPM തിരുത്തലിന് ഒരുങ്ങുകയാണെങ്കിൽ ആലപ്പുഴയിലെ കളയല്ല പിണറായിയിലെ കളയാണ് പറിച്ചു കളയേണ്ടതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. അതിനുള്ള ധൈര്യം MP ഗോവിന്ദനുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. തിരുവനന്തപുരത്ത് നടന്ന BJP വിശാല സംസ്ഥാന നേതൃയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു K. സുരേന്ദ്രൻ. അഴിമതിക്കും അനീതിക്കുമെതിരെ ശബ്ദിച്ച കുറ്റത്തിന് G. സുധാകരനെ പുറത്താക്കിയാൽ അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ ശരിയായ ബദൽ ഇപ്പോൾ കേരളത്തിലുണ്ട്. ശക്തമായ നിലപാടെടുത്ത് CPMൽ രക്തസാക്ഷികളാവുന്നവരെ സ്വീകരിക്കാൻ BJP ഉണ്ട്. പണ്ടൊക്കെ CPMൽ നിന്നും പുറത്താകുന്നവർ അനാഥമാവുകയായിരുന്നെങ്കിൽ ഇന്ന് 20% വോട്ടുള്ള NDA ഇവിടെയുണ്ട്. ഒരിക്കലും വർഗീയ പ്രേരണ രാഷ്ട്രീയത്തെ BJP പ്രോത്സാഹിപ്പിക്കില്ല. വികസന രാഷ്ട്രീയം ഉയർത്തിയാവും NDA ന്യൂനപക്ഷങ്ങളെ സമീപിക്കുകയെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. കുടുംബാധിപത്യ ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച സർക്കാരാണിത്. കേരളത്തിലെ സൂപ്പർ മുഖ്യമന്ത്രിക്കെതിരെയാണ് PSC മെമ്പർ നിയമനത്തിലെ കോഴ ആരോപണം വന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പശ്ചാത്തലത്തിൽ ഭൂരിപക്ഷ ജനവിഭാഗത്തിന് നേരെ കൈയോങ്ങുകയാണ് CPM ചെയ്യുന്നത്. തങ്ങൾക്ക് വോട്ട് ചെയ്യാത്തവരോട് പകപോക്കാനാണ് CPM ഒരുങ്ങുന്നത്. എന്നാൽ BJPയെ പിന്തുണച്ചതിന്റെ പേരിൽ ആരും ആക്രമിക്കപ്പെടുകയില്ല. ക്രൈസ്തവ നേതൃത്വത്തെയും CPM ഭീഷണിപ്പെടുത്തുകയാണ്. BJPക്ക് വോട്ട് ചെയ്തവരെ വേട്ടയാടാൻ അനുവദിക്കില്ല. SFIയെ ഉപയോഗിച്ച് നാട്ടിൽ കലാപം അഴിച്ചുവിടുകയാണ് CPM ചെയ്യുന്നത്. പ്രിൻസിപ്പൽമാർക്ക് കോളേജിൽ പ്രവേശിക്കാനാവാത്ത സാഹചര്യമാണ് ഉള്ളത്. ഇതിനെതിരെ ജനങ്ങളെ സംഘടിപ്പിച്ച് പോരാടാനാണ് BJPയുടെ തീരുമാനമെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. പ്ലീസ് സ്റ്റേ ഓൺ us. മറ്റൊരു വാർത്തയുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.